നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴ കനക്കുന്നു. ഇന്ന് മുതൽ 17 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നു മുതൽ 17-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. അമ്മയുടെ തലയ്ക്ക് നേരെ തോക്കു ചൂണ്ടി വീടും സ്വത്തും ചോദിച്ച ഭീഷണി. അമ്മയുടെ നേരെ തോക്കു ചൂണ്ടി കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വസ്തുവകകൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച മകനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിക്കൽ വില്ലേജിലെ ചെറുകുന്നിലാണ് നടക്കുന്ന സംഭവം ഉണ്ടായത്. ലിസി ഭവനിൽ കെ എബ്രഹാമിന്റെ ഭാര്യയായ ലിസിക്ക് നേരെയാണ് മകൻ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയത്. ഇവരുടെ രണ്ടാമത്തെ മകനായ ജോറിനും ഭാര്യ ഷൈനിയുമാണ് വീട്ടിലെത്തി അതിക്രമം കാണിച്ചത്. ഇവരുടെ മക്കളുടെ പേരിൽ അമ്മയുടെ പേരിലുള്ള വീടും സ്വത്തും എഴുതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അതിക്രമമെന്ന് ലിസിയുടെ പരാതിയിൽ പറയുന്നു. തലയ്ക്ക് നേരെ തോക്കു ചൂണ്ടി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്ന് ലിസി പോലീസിനോട് വ്യക്തമാക്കി. ഈ സമയത്ത് ഇളയ മകൻ ഐറിൻ പോലീസിനെ വിളിച്ചതാണ് രക്ഷയായത്. ഉടൻ തന്നെ വീട്ടിലെത്തി ജോറിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് തോക്ക് കണ്ടെടുത്തെന്നും പോലീസ് വ്യക്തമാക്കി. മാവേലിക്കരയിൽ MBBS അഡ്മിഷൻ തട്ടിപ്പ്. 43 ലക്ഷം രൂപ മുക്കിയ പ്രതിപിടിയിൽ. MBBSന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന വ്യാജേന പണം കൈക്കലാക്കി വന്നിരുന്ന പ്രതിയെയാണ് കുറത്തിയാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കായംകുളത്തു നിന്നും എറണാകുളത്തു നിന്നും വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി വാടകയ്ക്ക് താമസിച്ചിരുന്ന കായംകുളം എരുവ ജോൺസൺ വിലയിൽ ജോൺസണെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതി കറ്റാനം സ്വദേശിയുടെ മകൾക്ക് കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 43 ലക്ഷം രൂപ കൈക്കലാക്കുകയായിരുന്നു. തുടർന്ന് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയാണ് പ്രതിയെ എറണാകുളത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. ഫ്രൂട്ട്സ് കയറ്റിയിറക്കുന്നതിനിടെ സംഘർഷം. 4 പേർക്ക് വെട്ടേറ്റു. അഞ്ചേരിയിൽ ഫ്രൂട്ട്സ് കയറ്റിറക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിച്ചു. സംഭവത്തിൽ 4 പേർക്ക് വെട്ടേറ്റു. സുധീഷ്, വിമൽ, കിരൺ, വിനിൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഇവരെ തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപമാനിച്ചു എന്ന വിലയിരുത്തലിൽ അബിൻ വർക്കി. OJ ജനീഷിനെ പരിഗണിച്ചത് അന്യായം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ I ഗ്രൂപ്പിൽ കടുത്ത അതൃപ്തി. അപമാനിച്ചു എന്ന വിലയിരുത്തലിൽ അബിൻ വർക്കി. 2 വർഷം മുമ്പ് നിഷേധിച്ച സ്ഥാനം തലയിൽ കെട്ടിവെച്ചു. സംഘടനാ ചട്ടക്കൂടിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ പദവിയാണ് ദേശീയ സെക്രട്ടറി എന്നും വിലയിരുത്തൽ. അബിൻ വർക്കി നാളെ രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് അബിൻ വർക്കിയെ പരിഗണിക്കാത്തതിലും I ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയുണ്ട്.